ലൈവിൽ ഇപ്പൊ നടന്നൊരു കോമഡിയാണ് കേട്ടോ. നമ്മുടെ സാബുമോൻ സെക്രട്ടേറിയയുടെ ആ ഒരു 2 തെർമോക്കോളിന്റെ നടുക്ക് നിൽക്കുകയാണല്ലോ. 3 ജാക്കറ്റും പിന്നെ അതിന്റെ മുകളിൽ ആര്യന്റെ ഹുഡി ഇട്ടിട്ട് അവിടെ നിൽക്കുകയാണല്ലോ. അപ്പൊ അക്ബർ അവിടെ ചെന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ പറഞ്ഞൊന്നും കാണിച്ചിട്ടില്ല, പക്ഷെ അക്ബർ ഇത് ആര്യനോട് പറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ആര്യം പറയുന്നത്, ഓ കംഫർട്ടബിൾ ആക്കി വെക്കാൻ ഇവനാരോ അക്ഷയ് കുമാറിന്റെ മോനോ എന്ന് ചോദിച്ചിട്ട് ആര്യം കിടന്ന് ചിരിക്കുന്നുണ്ട്. ആര്യൻ ഈ ടാസ്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആര്യനെ നമ്മൾ ഒരുപാട് വിമർശിച്ച വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ ഈ ടാസ്കിലേക്ക് ആര്യൻ കൊണ്ടുവരുന്ന ഒരു എനർജി ഉണ്ട്. ഈ സീസണിൽ ആര്യൻ അല്ലാതെ ആര് ഈ ടാസ്ക് ചെയ്യുവാണെങ്കിലും നല്ല കുളമായി പോയനെ എന്നുള്ളത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ആര്യൻ അത്രയും മികച്ച രീതിയിൽ അത്രയും കിടിലനായിട്ടാണ് ഇത് പുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അത്രയും കിടുവായിട്ടാണ് പുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തമാശ പറഞ്ഞിട്ട് ആര്യം നിന്നവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇവനാ അക്ഷയ് കുമാറിന്റെ മോനാണോ, ഇവന് ഇരിക്കാനായിട്ട് നമുക്ക് ക്യാരവാൻ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ അക്ബറിന്റെ അടുത്ത് കോമഡി അടിച്ച് നിൽപ്പുണ്ട്. ആദിലയും നൂറയും ഷാനവാസും ഒക്കെ ഇതിനകത്ത് വില്ലന്മാരാവാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇവരിത് സൂക്ഷിച്ച് ആ ഒരു സ്റ്റോർ റൂമിലേക്ക് കണ്ടും നട്ട് ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇതൊക്കെയാണ് ലൈവിനകത്ത് നടക്കുന്നത്. സാബുമോൻ ഇപ്പോഴും ആ ഒരു സെക്രട്ടേറിയറ്റ് അവിടെ നിൽക്കുകയാണ്. ഇവര് എന്താണ് ഇതിനൊരു പോംവഴി കണ്ടെത്തുക എന്നുള്ളത് കണ്ടറിയാം. വാഷ്റൂമിലേക്ക് കയറ്റും എന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടിരുന്നു. ആ ഒരു ടോയ്ലറ്റ് ഏരിയയിലല്ല, കുളിക്കുന്ന ബാത്റൂം ഏരിയയിലേക്ക് കയറ്റുക എന്ന് പറയുന്നതായിട്ട് കേട്ടിരുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.